മണ്ണിലാണലങ്കാര കാഴ്ച പല മദ്യവും മയക്കുമരും നിന്റെ തേരുവാഴ്ച പെണ്ണിലാണ് പിന്നെ നിന്റെ കാഴ്ച ഉയിർ പോക്കിടും സിന ദരിദ്രനാക്കും നിന്നെ തീർച്ച പോക്കിടും സിന ദരിദ്രനാക്കും നിന്നെ തീർച്ച. സ്നേഹമുണ്ടല്ലോ അത് കൊടുത്താലേ കിട്ടൂ. അതിന്റെ തെളിവുകളാണിത്. മാഷിന് ഇന്ന് എന്താ പറയാ, സ്നേഹം കൊണ്ട് ഇന്ന് വാരി പുളരും നാട്ടിലെ മക്കൾ. കണ്ടില്ലെങ്കിലേ 95-ലെ ബാച്ചാണ്. ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നത് മുജീബ് സി അവർകളാണ്. മച്ചാമരെ ബാബു ചെറുസോല, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് 11-ാം തീയതിയാണ്. 11-ാം തീയതി നമ്മളെ സ്കൂളിന്റെ 112-ാം വാർഷികമാണ്. എന്റെ നാട്ടിലെ സ്കൂളിന്റെ അതിനെക്കാട്ടി അത് ഭയങ്കര സന്തോഷം. ഞങ്ങളെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ സങ്കടമുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഞങ്ങളെ നാടിന്റെ എല്ലാം ആയിരുന്ന ഞങ്ങളെ അസീസ് മാഷ്, അത് ഞങ്ങളെ 31 വർഷം ഞങ്ങൾ ചെറുസോലക്കാരനായിട്ട് ഞങ്ങളെ സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം പങ്കുചേർന്ന് ഞങ്ങൾ അസീസ് മാഷ് ഞങ്ങളോട് വിട പറയണേ. ഞങ്ങളൊക്കെ പഠിപ്പിച്ച സ്വന്തം ഞങ്ങളുടെ മാഷ്. അപ്പൊ ആ മൂപ്പരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഭയങ്കര പരിപാടി. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പരിപാടി ഇപ്പൊ ഏകദേശം ഒരു 8 മണിയായിരിക്കും രാത്രി. ഇപ്പൊ ഗാനമേളയും കാര്യങ്ങളും നടക്കണം. അതിന്റെ ഇടയിൽ വീട്ടിലൊക്കെ വന്നപ്പോ ഒരു ഇന്റർവ്യൂ. എന്തായാലും മാഷിന്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലൊരു ഇന്റർവ്യൂയും വേണ്ടേ, അതിന്റെ പഠിപ്പിച്ച ഒരു മകനെ ചെയ്യുമ്പോഴേ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകണത് ചെറിയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല, കഴിയുന്ന കോലത്തിലൊക്കെ ഉൾപ്പെടുത്തിങ്ങനെ. അപ്പൊ ഏതായാലും വീഡിയോ കണ്ടു നോക്കി നേരെ വീഡിയോയിലേക്ക് പോകണം. കൊണ്ട് സമർപ്പിതമായ ഈ സുദിനം ഈ കൊച്ചു ഗ്രാമത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. നമ്മുടെ കാര്യപരിപാടികൾ പ്രാർത്ഥനയോടെ സമാരംഭം കുറിക്കാം. പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ മണമല വർഗർ, നമ്മുടെ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ മുഹമ്മദ് സലീം, ഈ യോഗ അധ്യക്ഷൻ PTA പ്രസിഡന്റ് കബീർ കാലടി, നമ്മുടെ ജനപ്രതിനിധികളായ ബ്ലോക്ക് നമ്മുടെ പഞ്ചായത്ത് അംഗം ശ്രീ സിറാജുദ്ദീൻ, അതുപോലെ മജീദ് മാസ്റ്റർ. നമ്മുടെ പരിപാടി ഒരു 9 മണിയായപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു 10-10 ആയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാരണന്മാരും പിന്നെ നമ്മളെ അയൽവാസികള്, മാഷിന്റെ ഒപ്പം പഠിച്ചത്, സുഹൃത്തുക്കള്, അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളെ വേദിയിൽ നമ്മൾ ഇനി പരിപാടി തുടങ്ങണമല്ലോ. മാഷിനുള്ള മൊമെന്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ചെയ്യണ്ടേ. അപ്പോൾ നമ്മള് പരിപാടി പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ തന്നെ വന്ന് ഫുള്ളായിക്കണേ. പരിപാടി സ്റ്റാർട്ടിങ് ആളുള്ള പരിപാടി ചെറിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ റോഡിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ കണ്ട് സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കുക. ഏതായാലും ആ കാര്യങ്ങൾ നടക്കട്ടെ. ഏതായാലും നമ്മളിങ്ങനെ കണ്ടു നോക്കും. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രമാണികളും എല്ലാവരെയും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോരുത്തങ്ങനെ പേരിനെ നമ്മളിങ്ങനെ ലൈവായിട്ട് ഒപ്പിക്കൊണ്ടിരിക്കുക. ആരും മിസ്സാവാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനത്തെ വിശേഷങ്ങൾ. ഏതായാലും സ്റ്റേജൊക്കെ ഒറ്റ ഭാഗം ഒരുപാട് പരിപാടികളുണ്ട്. നമുക്കൊരു വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ തീർക്കേണ്ട ഒരു സംഭവമുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല. നമ്മളൊരു 9 മണി കറക്റ്റ് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ 9 മണിക്ക് തന്നെ പരിപാടി തുടങ്ങിയിരിക്കണം കേട്ടോ. കറക്റ്റാണ്. ഇപ്പൊ ഒരു 10-10:30 മണിയായി. കാരണന്മാരാണ് നമ്മുടെ നാട്ടിലെ. വരട്ടെ, എല്ലാവരും വരട്ടെ. നമ്മളെ ചെറുസോല കുട്ടാട്ടുപാറ സ്കൂളാണ്. ഏകദേശം 112-ാമത്തെ വാർഷികമാണ്. പിന്നെ നമ്മളെ 31 വർഷം സേവനം അനുഷ്ഠിച്ച നമ്മുടെ നാടിന്റെ എല്ലാമായ അസീസ് മാസ്റ്ററെ എന്തായാലും നമുക്ക് സ്കൂളിൽ നിന്ന് വിട പറഞ്ഞു പോവാണ്. ഏതായാലും മാഷ് പറഞ്ഞ് നമ്മൾ എന്തായാലും പോവില്ല, എന്നെ നിങ്ങളെ ഒഴിവാക്കില്ലേ എന്നാ പറഞ്ഞത്. ഏതായാലും അതിന്റെ കാര്യങ്ങളായിട്ട് അതിന്റെ ചടങ്ങും കാര്യങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാരും സ്കൂളിലുള്ള അധ്യാപകരും നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി നടത്തുന്ന ഒരു വമ്പം പരിപാടിയാണ്. ഏതായാലും എല്ലാവരും ഉണ്ട്. നമ്മളെ ഫാമിലി, നമ്മളെ ഉമ്മ പെങ്ങന്മാര് എല്ലാവരും, നമ്മളെ പ്രത്യേകിച്ച് ആരും എടുത്ത് പറയണ്ട, അത്രയും ആൾ തന്നെ ഉണ്ട്. നമ്മളൊരു 10 മണിയായപ്പോൾ കണ്ടില്ല, ഇത്രയും തോന്നെ ആളുകൾ തടിച്ചു കൂടണമെങ്കിൽ മാഷ് എത്രമാത്രം പ്രിയപ്പെട്ടവരാണല്ലേ.
നമ്മളെ സ്കൂളിൽ ഒരുപാട് കുട്ടികളെ LKG മുതൽ 5ാം ക്ലാസ് വരെ ആണ് ഈ സ്കൂൾ. 5ാം ക്ലാസ് വരെ കുട്ടികളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പരിപാടികൾ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മൾ ഇതിൽ കുറേ ആളുകൾ വിട്ടുപോകും. അത് നിങ്ങൾ ആരൊന്നും വിചാരിക്കരുത്. ഏതായാലും നമ്മളെ വീഡിയോ കാണുന്നവരെ ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. യാത്രയപ്പിന് വേണ്ടി ചേർന്നിരുന്നെങ്കിൽ ഈ സ്കൂള് അവർക്ക് നൽകിയ ജീവിതത്തിന് അവർ തിരിച്ചു നൽകുന്ന നന്ദി പ്രകടനമാണ്, കടപ്പാടാണ് എന്ന കവിതയാണ്. അതിങ്ങനെയാണ്: നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്, ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. ഒറ്റയായൊന്നുമില്ലൊന്നുമില്ല, ഒന്നും മറ്റൊന്നിൻ തുടർച്ചയല്ലോ, ഒറ്റയ്ക്കു വന്നു പിറക്കുന്നുവെങ്കിലും മർത്യർ നാം എല്ലാരും ഒന്നാണ്. ജീവിതപ്പൂവിൻ സുഗന്ധമല്ലോ സ്നേഹം, ആഗന്ധമാവുക നാം. ഉമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്ത നമ്മൾ ഒറ്റയല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പ്രിയപ്പെട്ട സലീം മാസ്റ്റർ, മറ്റ് വാർഡ് പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർ, പ്രിയമുള്ള ഞങ്ങളൊക്കെ ഞാനന്ന് +2 പ്രവർത്തന രംഗത്ത് അന്ന് കുറെ മുഖങ്ങളുണ്ടായിരുന്നു. മുഹമ്മദ് അലി മാഷ്, അതുപോലെ തന്നെ കുഞ്ഞലി മുഹമ്മദ് അലി മാഷ്, നമ്മുടെ സലീം മാസ്റ്ററുടെ ഉപ്പ ഹുസൈൻ മാസ്റ്റർ, തൊട്ടപ്പുറത്ത് അതുപോലെ മാഷ്, ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുന്നിലാണ്. രക്ഷിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥി 12ാമത് വാർഷികം ആഘോഷവും അതോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അസീസ് മാസ്റ്റർക്കുള്ള, നമ്മുടെ സ്കൂള് 1911 സ്ഥാപിതമായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ മാത്രമാണ്. ഒരുപാട് ആളുകൾ പഠിച്ച് പിന്നീട് ഇങ്ങനെ അകലെ നട്ടു കഴിഞ്ഞാലും അവരിങ്ങനെ പരസ്പരം തൊടാതെ വളർന്നു പോകുന്നുണ്ടെങ്കിലും അവരുടെ വേരുകൾ തമ്മിൽ ആ മണ്ണിലൂടെ കെട്ടിപ്പുണർന്നു കിടക്കുന്നു എന്ന് പറയുന്ന വീരാൻകുട്ടി മാഷ് ഒരു കവിതയുണ്ട്. എന്ന പോലെയാണ്
കൂടുതൽ എനിക്ക് ഇവിടുത്തെ സഹായ സഹകരണങ്ങൾ ഇവിടുന്നും ഞാൻ താമസിക്കുന്ന കോച്ചിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ വിരമിക്കുന്നില്ല, ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. നമുക്കൊന്നായി ഇനിയും മുമ്പോട്ട് പോകണം, ഇനിയും നമുക്ക് നേടാനുണ്ട്. ആ നേടാനുള്ളതൊക്കെ നേടുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളിൽ ഒരാളായി എപ്പോഴും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. 100 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ പ്രദേശമെങ്കിലും ഞാൻ ആ 100 കിലോമീറ്ററിനെ 2.5-3 മണിക്കൂർ കൊണ്ട് ഇപ്പോഴും സ്വന്തം വണ്ടിയൊക്കെ കണ്ടപ്പോൾ മോനോടോ അല്ലെങ്കിൽ അയൽവാസിയോടോ പറഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി തരും. ഞാൻ നിങ്ങളിവിടെ വിട്ടു പോവില്ല, എനിക്ക് പോകാൻ കഴിയില്ല. കാരണം നേരത്തെ അവിടുത്തെ യാത്രാമൊഴികളെ പറഞ്ഞു, ആ മൊഴികളൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് നാളെ മുതലും ഇനി മുതലും ഉണ്ടാവും. എനിക്കത് അങ്ങനെയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഈ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നിങ്ങൾ ഈ കാണിച്ച എല്ലാ നന്ദിക്കും എല്ലാ കടപ്പാടുകൾക്കും ഈ യുദ്ധത്തിനും ഇതുപോലെ സംഘടിപ്പിച്ചതിനൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് യാത്ര പറയുമ്പോൾ എനിക്ക് ആ പഴയ ആളുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. എനിക്ക് വലിയ ചടങ്ങല്ല വേണ്ടത്. ഞാൻ അത്രയുമാനോടും കൈയും ഉണങ്ങിയ ചോറും പാത്രമായി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും വെള്ളമില്ല, വലിയ വരൾച്ചയാണ്. അപ്പോൾ ഈ മോൾ എന്നോട് പറയുന്നത്, മാഷെ കൈ കഴിയിട്ടില്ല, പാത്രവും കഴിയിട്ടില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല എന്നാത്തൊരു മുറിവ് പോലെ ഞാൻ ഇവിടെയുള്ള സുമനസ്സുകളോടുമായി ഷെയർ ചെയ്തപ്പോൾ അതിന് നമുക്കൊരു ചായപ്പൊടികളുണ്ടല്ലോ. നമ്മളെ ജീവിതത്തിലെ ഒരു വലിയ സ്ഥാനമാണ് ചായപ്പൊടികൾ, ചെറിയ ചായപ്പൊടികൾ. അതായത് ഇവിടെ ജവാക്കിലും താഴെ കാലടി ഹസൈനും ഇപ്പം മുസ്തഫയും ഒക്കെ ചെയ്തിരിക്കുന്ന ആ ചെറിയ ചായപ്പൊടികളിൽ അവിടെ ബന്ധിരായ വയോധികരായ ഒരുവരൊക്കെ ചായ കുടിച്ച് പറയുന്ന സമയത്ത് നമ്മളെ ആവശ്യങ്ങൾ അവരുമായി ഷെയർ ചെയ്താൽ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മാഷെ എന്ന് പറയുന്ന ആ വേദി ചായക്കടകളാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നാടിൻ്റെ പൾസുകളൊക്കെ അറിയുന്ന നല്ല സുമനസ്സുകൾ നമ്മളോട് കൊണ്ട് നമുക്കത് സാധിച്ചു തന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ വാക്കാണ് എന്നെ അതിലേക്ക് നയിച്ചത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അവിടെ പറഞ്ഞോളൂ. ഈ പൊതുജനങ്ങളെ പറയാൻ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊരിഞ്ഞ പൂക്കളെ പോലെ പുഞ്ചിരിക്കുന്ന പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ സന്തോഷമായി. ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളൊക്കെ ധാരാളമായി എനിക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ബന്ധത്തിലുള്ളവർ എന്നോട് സഹകരിക്കാത്തതിൽ കൂടുതൽ എനിക്ക് ഇവിടുത്തെ സഹായ സഹകരണങ്ങൾ ഇവിടുന്നും ഞാൻ താമസിക്കുന്ന കോച്ചിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ വിരമിക്കുന്നില്ല, ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. നമുക്കൊന്നായി ഇനിയും മുമ്പോട്ട് പോകണം, ഇനിയും നമുക്ക് നേടാനുണ്ട്. ആ നേടാനുള്ളതൊക്കെ നേടുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളിൽ ഒരാളായി എപ്പോഴും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. 100 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ പ്രദേശമെങ്കിലും ഞാൻ ആ 100 കിലോമീറ്ററിനെ 2.5-3 മണിക്കൂർ കൊണ്ട് ഇപ്പോഴും സ്വന്തം വണ്ടിയൊക്കെ കണ്ടപ്പോൾ മോനോടോ അല്ലെങ്കിൽ അയൽവാസിയോടോ പറഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി തരും. ഞാൻ നിങ്ങളിവിടെ വിട്ടു പോവില്ല, എനിക്ക് പോകാൻ കഴിയില്ല. കാരണം നേരത്തെ അവിടുത്തെ യാത്രാമൊഴികളെ പറഞ്ഞു, ആ മൊഴികളൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് നാളെ മുതലും ഇനി മുതലും ഉണ്ടാവും. എനിക്കത് അങ്ങനെയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഈ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നിങ്ങൾ ഈ കാണിച്ച എല്ലാ നന്ദിക്കും എല്ലാ കടപ്പാടുകൾക്കും ഈ യുദ്ധത്തിനും ഇതുപോലെ സംഘടിപ്പിച്ചതിനൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് യാത്ര പറയുമ്പോൾ എനിക്ക് ആ പഴയ ആളുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. എനിക്ക് വലിയ ചടങ്ങല്ല വേണ്ടത്. ഞാൻ അത്രയുമാനോടും കൈയും ഉണങ്ങിയ ചോറും പാത്രമായി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും വെള്ളമില്ല, വലിയ വരൾച്ചയാണ്. അപ്പോൾ ഈ മോൾ എന്നോട് പറയുന്നത്, മാഷെ കൈ കഴിയിട്ടില്ല, പാത്രവും കഴിയിട്ടില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല എന്നാത്തൊരു മുറിവ് പോലെ ഞാൻ ഇവിടെയുള്ള സുമനസ്സുകളോടുമായി ഷെയർ ചെയ്തപ്പോൾ അതിന് നമുക്കൊരു ചായപ്പൊടികളുണ്ടല്ലോ. നമ്മളെ ജീവിതത്തിലെ ഒരു വലിയ സ്ഥാനമാണ് ചായപ്പൊടികൾ, ചെറിയ ചായപ്പൊടികൾ. അതായത് ഇവിടെ ജവാക്കിലും താഴെ കാലടി ഹസൈനും ഇപ്പം മുസ്തഫയും ഒക്കെ ചെയ്തിരിക്കുന്ന ആ ചെറിയ ചായപ്പൊടികളിൽ അവിടെ ബന്ധിരായ വയോധികരായ ഒരുവരൊക്കെ ചായ കുടിച്ച് പറയുന്ന സമയത്ത് നമ്മളെ ആവശ്യങ്ങൾ അവരുമായി ഷെയർ ചെയ്താൽ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മാഷെ എന്ന് പറയുന്ന ആ വേദി ചായക്കടകളാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നാടിൻ്റെ പൾസുകളൊക്കെ അറിയുന്ന നല്ല സുമനസ്സുകൾ നമ്മളോട് കൊണ്ട് നമുക്കത് സാധിച്ചു തന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ വാക്കാണ് എന്നെ അതിലേക്ക് നയിച്ചത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അവിടെ പറഞ്ഞോളൂ. ഈ പൊതുജനങ്ങളെ പറയാൻ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊരിഞ്ഞ പൂക്കളെ പോലെ പുഞ്ചിരിക്കുന്ന പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കുന്ന മാഷുമാർ പഠിപ്പിച്ച നമ്മളെ മുത്തു പ്രവാസിമാരുണ്ടല്ലോ, നമ്മുടെ ചേട്ടന് കുടുംബക്കാര് പലരും നമ്മൾ പ്രവാസി ജീവിതത്തിൽ കാണാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് ഈ വീഡിയോ വളരെ ഉപകാരമാവും. അവരെ പഠിപ്പിച്ച ടീച്ചറൊക്കെ ഒരു നോക്ക് കാണുക, അല്ലെങ്കിൽ മാഷിനെ കാണുക, ഇങ്ങനത്തെ മൊത്തത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുക. ഏതായാലും ഉച്ച ടൈം ആയിക്കണേ. അപ്പോൾ നിങ്ങൾ ആണ്ടുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മാഷ് പഠിപ്പിച്ച ആരെങ്കിലും ആണ്ടുകൊണ്ടൊക്കെ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്തിക്കാണ്ട് തന്നെ നമ്മൾ വീഡിയോ കാണാൻ ശ്രമിക്കുക.
ഇതാർക്കും പറഞ്ഞേണ്ട, നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരാണ്, നമ്മളെ സ്വന്തം സുഹൃത്തുക്കൾ, ചങ്കുകളാണ്. നമ്മളിവിടെ വീഡിയോ എടുത്ത് നടന്നാലും കുഴപ്പമില്ല, അവരെ എല്ലാം നോക്കിക്കോളും എന്ന മട്ടിലാണ്. എന്തായാലും സെൽഫിന്റെ കുറച്ച് തള്ളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് വിചാരിച്ചിട്ട് പിന്നെ ബിരിയാണി വിചാരിക്കരുത്, പിന്നെ തെറ്റിക്കരുത്. വിചാരിച്ചോ? ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ ഒരു പേപ്പറിൽ എഴുതാണ് കിസാൻ എന്താണ് വിചാരിച്ചെന്നുള്ളത്. ഓക്കെ, എന്റെ മുഖത്തേക്ക് നോക്കാവോ? ഓക്കെ, ഓക്കെ. കരളിന്റെ കാതല് എന്ന് പാടിയിരുന്ന ആ ടീച്ചർ, അത് ടീച്ചറാണ്. രാജാവായി തീരും നീ ഒരു കാലമോമനെ, ആ പാട്ടിൽ അങ്ങനെയാ. ആ അത് ശരി, ക്യാമറ കണ്ടുമ്പോ മാണലിന്റെ
ഇതിനൊക്കെ ചോർന്നുമ്പോ ലിഫ്റ്റിക്ക് കളക്കൂല. നിങ്ങളൊക്കെ എടുക്കാതെ നിങ്ങൾക്ക് കാണാനല്ലേ ഇപ്പൊ എടുക്കണേ. അത് ശരി. ആ നേരെ കണ്ടില്ല. സൂമി അവിടെ ഉണ്ടല്ലോ. നല്ല ഉഷാറായിട്ട് നമ്മളെ പരിപാടി നടന്നുകൊണ്ട് ഏകദേശം വൈകുന്നേരം ടൈമായി. ഞാനിന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആകാൻ പോയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഏകദേശം ഇരുട്ട് ടൈമായി. പിന്നെ കുട്ടികളെ കലാപരിപാടികൾ നല്ല തകൃതായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ എന്നെ കുറ്റം പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ടൂണും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ ഇടാൻ പറ്റൂല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടീനൊക്കെ എടുത്ത് വന്നിട്ട് കണ്ട അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്നില്ല നിങ്ങളെ. ഇതൊക്കെ തന്നെ നമ്മളെ വോയിസ് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ടൂണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഏതായാലും നമ്മളെ സ്കൂളിൽ നമ്മളെ എന്താ പറയുക, നമ്മളൊക്കെ ജനിച്ച് നമ്മൾ പഠിച്ച ടൈമിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പൊ കൊല്ലം കൊല്ലം വാർഷികം കാര്യങ്ങൾ അടിപൊളി, കുട്ടികൾ ഫുൾ എൻജോയ് അല്ലേ, ഭയങ്കര കൗതുക. നമ്മളെ നാട്ടുകാരൊക്കെ സമ്മതിക്കണം. നമ്മളൊരു 9 മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം ഇപ്പൊ രാത്രി ഒരു 7 മണിയായി. ഈ ടൈമായിട്ടും നല്ല നല്ല കൗതുകമുള്ള ഡാൻസ്, ഒപ്പന എല്ലാ പരിപാടികളും നമ്മൾ കണ്ട്. എന്തായാലും വീഡിയോ എടുക്കുന്ന തിരക്കിൽ എന്റെ മകളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് എടുക്കാനും പറ്റിയില്ല, ഉൾപ്പെടുത്താനും പറ്റിയില്ല. അങ്ങനെയും സംഭവിച്ചുട്ടാ. ഭയങ്കര തിരക്കും പല കാര്യങ്ങളും, പിന്നെ എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും വേണ്ടേ. അല്ല വീഡിയോഗ്രാഫറായിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ കുറെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഇതിലെ 3/4 ഭാഗങ്ങളും നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കുക ഞാൻ എന്താ ക്ഷമ ചോദിക്കണേ. പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് പരിപാടികൾ ഞാൻ ഉൾപ്പെടുത്താത്തുണ്ട്. നമുക്കൊരു മാക്സിമം ഒരു അത്യാവശ്യം കഴിയുന്ന കോലത്തിലൊക്കെ എടുത്തുകൊണ്ട് ഒരു മൊബൈലിലെടുത്ത് ഒപ്പിയതാണ് വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ സുഹൃത്തുക്കൾ, നിങ്ങളെ ഫാമിലി, നമ്മളെ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നല്ല മക്കളെ ബിരിയാണി ഉണ്ട്. നമ്മൾ ഏതായാലും നമ്മളെ കുറച്ചാൾക്കാർ പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോഴത്തെ ഹെഡ്മാഷാണ്, ഫിറോസ് മാഷാണ്. അപ്പോൾ നമ്മൾ നമ്മളെ ജയേഷൻ ഞാൻ കൊണ്ട് ബിരിയാണി വിളമ്പിട്ട് കുറച്ച് അപ്പുറത്തെ ആൾക്കാർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ പെട്ടെന്ന് വരണം. നമ്മൾക്ക് എന്താ പറയുക 7 മണി കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറെ വീഡിയോകൾ ഉൾപ്പെടുത്താത്തുണ്ടാവും. കുറെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ അലങ്കോലായിട്ട് ആണ്ടുകൊണ്ട് പോയതുണ്ട്. അപ്പൊ ചിലവരൊക്കെ ആദ്യമായിട്ട് നമ്മൾ ക്ഷമ ചോദിച്ചിങ്ങനെ. പിന്നെ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ഭക്ഷണം കൊടുത്ത് ബാക്കിയുള്ള നമ്മളെ തള്ളാർക്കും കുട്ടികൾക്കും നമ്മളെ അയൽവാസിക്കൊക്കെ കൊണ്ട് കൊടുത്തിക്കാൻ ബാങ്ക് കഴിച്ചിലാക്കണം. പരിപാടി നമുക്ക് 10 പർമിറ്റുമല്ലേ ഉള്ളൂ, കണ്ടില്ലേ. പിന്നെ നമ്മളെ ഇപ്പുറത്ത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടിയിൽ നമ്മളെ കഴിക്കണമുണ്ട്. കുട്ടികൾ എന്താ നമ്മൾ ഉള്ളിലാണ്, സ്കൂളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ ഏകദേശം ഒരു 8 മണി 8 മണി ടൈമിലായിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വളമ്പാണ്. ജയേഷ് ഉണ്ട് നമ്മളൊപ്പം, നമ്മൾ ചങ്കാണ്. പിന്നെ നമ്മൾ ഇപ്പുറത്ത് കണ്ട് വരികയാണെങ്കിൽ കുട്ടികൾ ആകെ തല്ലാട്ടാ. അല്ല നമ്മളെ മാനേജർ ഇതാ ബൾബ് മാറ്റണേ, കുട്ടികൾക്ക് പെട്ടെന്ന് നിറം കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മയമാലി ഏതെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ മയമാലിയെ. എല്ലാവരും സപ്പോർട്ടാണ്. പുറത്തൊരു ടീമുണ്ട്, ഉള്ളിൽ ചോറിന് നമ്മൾ വേറെ ടീം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ചോറൊക്കെ ബാക്കിയായി, കുറച്ച് ഭാഗം ബാക്കിയായപ്പോൾ നമ്മൾ ഇനി എന്തായി കുട്ടികളെ ഇതാ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശമൊക്കെ ഫുള്ളായി. പിന്നെ നമ്മളെ ആൾക്കാർക്കൊക്കെ കൊടുക്കൽ തുടങ്ങി. ഏകദേശം ചോറിന്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങുകയാണ്. എന്തായാലും കുട്ടികളൊക്കെ കഴിച്ചു പോയി. പക്ഷെ നമ്മളൊരു 100 കുട്ടികളെ കണ്ടിരുന്നു. എന്തായാലും അതിനെക്കാളും കൂടുതൽ ഉണ്ടാവും. എന്തായാലും റാത്തായി, എല്ലാവർക്കും തേഞ്ഞിട്ടോ, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും നമുക്ക് കുറച്ച് പരിപാടി, കുറച്ച് ഗാനമേളയും കാര്യങ്ങളാണ്. അപ്പൊ ലത്തീഫ് സാർ, നമ്മളെ ചങ്കുകൾ ഇതാ ലാസ്റ്റ് നമ്മളെ ചങ്കാൾ തന്നെയാണ്ട് എല്ലാവരും കൂടി കുറച്ച് കഴിക്കൽ തുടങ്ങിയിട്ടാ. എല്ലാവരും കിട്ടുന്നതായിട്ട് കഴിക്കുക. കഴിഞ്ഞാൽ ഏതായാലും കുറച്ച് പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഗാനമേളം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തൂല. അപ്പൊ നമ്മളെന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ പിന്നെ ഇതിനെക്കാട്ടും വോയിസ് കൊടുത്ത് മനസ്സിന് ആകെ കുഴങ്ങും. ഏതായാലും മക്കളുടെ സന്തോഷം കണ്ടില്ല. ബിരിയാണി കഴിച്ചിട്ട് നല്ല റായത്താണ്. പിന്നെ നമ്മളെ ഈ ഒരുമ ഉണ്ടല്ലോ, എന്തായാലും ഈ ചെറിയ മക്കളും ഇത് കണ്ട് വളർന്നിട്ട് ഇത് തുടരട്ടെ. എന്തായാലും നമ്മളെ ലേഡീസ് നോക്കി, നിങ്ങൾ ഉമ്മ പെങ്ങന്മാർ എല്ലാവരും ഇത്ര 9 മണിയായിട്ടും പിഞ്ചു മക്കളെയും കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് രാത്രി 8-9 മണിയായപ്പോൾ നമ്മളെല്ലാ ചങ്കുകളും ബാക്കിൽ വന്നിരുന്ന് ഇനി നമുക്ക് സ്റ്റേഡിയത്തിൽ കുറച്ച് കലാപരിപാടികളാണ്. എന്താ പറഞ്ഞാൽ ഗാനമേളയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഗാനമേള ചെറുതായിട്ട് ഇങ്ങനെ ബാക്കിൽ നടന്നുകൊണ്ട് നമ്മുടെ നാട്ടുകാരായി എല്ലാ സുഹൃത്തുക്കളും അത് ബാക്കിൽ വന്നിരിക്കണേ. പ്രത്യേകിച്ച് എണ്ണി പറയണമെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്.